വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലത്ത് ഗാന്ധിജി വൈക്കത്ത് വരികയും അപ്പോൾ ആ മനയിൽ അദ്ദേഹത്തെ കയറ്റിയില്ല, അദ്ദേഹത്തിന്റെ മനയിൽ പുറത്തു നിർത്തി. ആ മന ഇപ്പോൾ ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് എന്നാണ്. കാര്യം ശരിയാണ്. CPIയുടെ ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസാണ്. CPIക്ക് പൈസ ഉണ്ട്, CPI അത് വാങ്ങിച്ചു. കാര്യം ശരിയാണ്, നല്ല കാര്യം. പൈസയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മന എന്ന് പറയുന്നത്. അതാണ് അരുന്ധതി റോയ് പുസ്തകത്തിലും പറഞ്ഞിരുന്നു. ഒരു മന ഹോട്ടലാക്കിയ കാര്യം പറഞ്ഞിരുന്നു. പൈസയുള്ള ഒരു ഹോട്ടലാക്കും, അല്ലാത്തൊരു യൂണിയൻ ഓഫീസാക്കും. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറത്ത് വേറൊരു കാര്യമുണ്ട്. ഇത് രണ്ടാം വൈക്കം സത്യാഗ്രഹമാണ്. ഇതിനു മുമ്പ് ഒരു വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താണ് ആരും പറയാത്തത്? ആ വൈക്കം സത്യാഗ്രഹം ഏതാണ്? ആ വൈക്കം സത്യാഗ്രഹം 1806 കൊളോണിയലിസ്റ്റുകൾ കൊണ്ടുവന്നതല്ല. വരുന്നതേ ഉള്ളൂ. ബ്രിട്ടീഷ് ആധിപത്യം ഇവിടെ വേണമെങ്കിൽ പറയാം, എന്താ പറയാ, വാദത്തിന് വേണ്ടി പറയാം ഉണ്ട്. പക്ഷെ അതുമായി ബന്ധമുള്ളതല്ല. 1806 വൈക്കത്തെ അവർണർ വൈക്കം ക്ഷേത്രത്തിൽ കയറാൻ തീരുമാനിച്ച് ഒരു ജാഥ നടത്തുന്നത്. 1806. അത് കഴിഞ്ഞ് 100 കൊല്ലം 120 കൊല്ലം കഴിഞ്ഞാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. യാതൊരു ഓർമ്മയുമില്ല ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള. അങ്ങനെ കയറാൻ ചെന്ന അവർണർ 200ഓളം പേർ, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്നും ആലോചിക്കണം. അങ്ങനെ വൈക്കം ക്ഷേത്രത്തിൽ കയറാൻ ചെന്ന അവർണരെ തിരുവിതാംകൂർ രാജാവിന്റെ ആജ്ഞപ്രകാരം വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന ദിവാൻ അദ്ദേഹത്തിന്റെ കുതിരപ്പട്ടാളത്തെ അയച്ച് ഈ 200 പേരെ വെട്ടിക്കൊന്നു. നിർദ്ദയം വെട്ടിക്കൊന്നു. എന്നിട്ട് ഈ 200 പേരെയും യാതൊരു തരത്തിലുള്ള ആചാരപരമായ സംസ്കാരത്തിനും വിട്ടുകൊടുക്കാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിൽ ചവിട്ടി താഴ്ത്തി. 1806 കേരളത്തിൽ നടന്ന സംഭവമാണ്, വൈക്കത്ത്. ഈ ചവിട്ടി താഴ്ത്തിയ കുളത്തിന്റെ പേര് ദളവാക്കുളം എന്നാണ്. ഗാന്ധിജിയെ ജാതി പറഞ്ഞ് കയറ്റാതിരുന്ന മന ഇന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർണരെ വെട്ടിക്കൊന്ന് ചവിട്ടിത്താഴ്ത്തിയ ദളവാക്കുളം ഇന്നൊരു ബസ് സ്റ്റാൻഡാണ്. കാരണം അത് വാങ്ങാൻ ആളില്ല, അതിന് സ്മാരകം പണിയാൻ ആളില്ല, അതിന് അതിൻ്റെതായ സാംസ്കാരികമായ പ്രാധാന്യം നൽകാൻ പറ്റുന്ന ഒരു പുരോഗമന ശക്തിയില്ല. അതുകൊണ്ട് ദളവാക്കുളം ഇന്ന് ബസ് സ്റ്റാൻഡാണ്. ആളുകൾ ചവിട്ടിത്തെക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച 200ഓളം മനുഷ്യാത്മാവുകളുടെ ദേഹത്ത്, നെഞ്ചത്ത്, ആത്മാവിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ടാണ് ബസ് ഓടിക്കുകയാണ് നമ്മൾ. ഗാന്ധിജിക്കാരായിരുന്നൊരു മന ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസായതിന്റെ പേരിൽ നാം വീമ്പ് കൊള്ളുമ്പോൾ, ഗർവം കാട്ടുമ്പോൾ, അതിന് 100 കൊല്ലം മുമ്പ് മരിച്ചവർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കും. ഇതാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സ് പറഞ്ഞതുപോലെ 19ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളെ കുറിച്ചുള്ള കവിത പാടി ഈ നവോത്ഥാനത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. ഈ പുതിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല.